ഹായ് ആൾ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണ് എല്ലാവർക്കും? കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, റെക്കോർഡിങ്സ് ഓൺ ആവാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ നേരം വൈകിയത്. ഓഡിബിൾ ആണോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ഫ്രീ ക്ലാസ് മീനും മീഡിയൻ മോഡാണ്. നമ്മൾ 104 ആണ് എടുക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് 1 നിങ്ങളെ പാർട്ട് 104 ചാപ്റ്റേഴ്സിലെ നമുക്ക് എക്സാമിനൊക്കെ വരുന്ന മീന് മീഡിയൻ മോഡ് എല്ലാ വർഷവും വരുന്നതാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഫ്രീ ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഫ്രീ ക്ലാസ് അതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മള് പ്രസന്റേഷനിൽ കാണുന്നുണ്ടോ? കമ്പ്യൂട്ടർ മീൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. കമ്പ്യൂട്ടർ മീൻ മീഡിയൻ മോഡ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 3 കൂടെ ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോ മീൻ സെൻട്രൽ മെഷർ ഓഫ് ടെൻഡൻസി എന്താണെന്ന് ചോദിക്കും. അപ്പൊ ആദ്യം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോവാനായിട്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇതൊന്ന് ഞാൻ മ്യൂട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് 50-ലാണ്. 104 എല്ലാ കോഴ്സ് സബ്ജക്റ്റുകളും 50-ലാണ് മാർക്ക്. ഒരു ക്വസ്റ്റ്യന് 10 മാർക്കാണ്. അപ്പൊ 104-ലെ സ്റ്റാറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രോബ്ലം മാത്രം ചെയ്തു വെച്ച് കഴിഞ്ഞാല് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. പ്ലസ് എന്തും കൂടെ വേണം, നമുക്ക് കുറച്ചും കൂടെ സ്റ്റെപ്പുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ സെന്റൻസുകളൊക്കെ ആഡ് ചെയ്യണം. നിങ്ങൾ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഏത് പ്രോബ്ലം ആയാലും പരമാവധി സ്റ്റെപ്പുകൾ ആഡ് ചെയ്ത് വേർഡ്സ് ഒക്കെ എഴുതാനായിട്ട് നോക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ മീൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എഴുതണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. 3-ാമത്തെ ചാപ്റ്ററിലാണ് മീന് മീഡിയൻ മോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് നമ്മൾ ആദ്യം കോൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓഫ് ഡാറ്റ ഇത് നമ്മൾ ആദ്യം എഴുതണം. ഓക്കെ. ഓഡിബിൾ ആണോ? എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് വേണം? മീൻ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് സെൻട്രൽ ടെൻഡൻസി ഓഫ് ഡാറ്റ അല്ലെങ്കിൽ സെൻട്രൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് ആദ്യം എഴുതണം. അപ്പൊ അതൊരു ജസ്റ്റ് അതിനെ പറ്റി ഒരു സെന്റൻസ് എഴുതിയതിനു ശേഷം പിന്നെ മീൻ എന്താണെന്നുള്ളത് എഴുതുക. എന്നിട്ട് മീന് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മീഡിയൻ ചോദിക്കും. അപ്പൊ മീഡിയന്റെ ഇക്വേഷൻ ഡെഫിനിഷൻ എഴുതുക. പിന്നെ മോഡിന്റെ ഡെഫിനിഷൻ എഴുതുക. എന്നിട്ട് ഏതാണോ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ഡെഫിനിഷൻ എഴുതിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രോബ്ലം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ. ഞാനിത് വായിച്ചു തരുന്നുണ്ട്. Measures of central tendency provide a single value that indicates the general magnitude of the data, and this single value provides information about the characteristics of the data by identifying the value at or near the central location of the data. ഒരു മിനിറ്റ് ജോയിൻ ആവുന്നുണ്ട്, ഞാനൊന്ന് അഡ്മിറ്റ് ആക്കട്ടെ. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് നമുക്കൊരു കുറച്ച് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാല് അതിന്റെ ആ ഒരു ആവറേജ് കാണാം. ശരിക്കും മീൻ എന്ന് പറയുന്നത് എന്താ? ആവറേജ്. ഒരു നടുക്കിലത്തെ വാല്യൂ ആണ് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഐഡന്റിഫൈ ദ വാല്യൂ ഓർ നിയർ ദ സെൻട്രൽ ലൊക്കേഷൻ ഓഫ് ദ ഡാറ്റ. നമുക്കൊരു 10 നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ 10 നമ്പേഴ്സിന്റെ സെൻട്രൽ ലൊക്കേഷനിൽ വരുന്ന ഡാറ്റ ഏതാണോ അതാണ് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താ? സെൻട്രൽ വാല്യൂ കാണാം. ഓക്കെ. ഈ ഒരു സെന്റൻസ് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് വേണം? മീൻ എന്താണെന്നുള്ളത് എഴുതണം. ഓക്കെ. അപ്പൊ അതിനു മുന്നേ the 3 measures of central tendency that we will be discussing are mean or arithmetic mean, median, mode. ഓക്കെ. 3 measures of central tendency ഇന്നതാണെന്ന് പറഞ്ഞിട്ട് എഴുതുക. മീന് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറയും. ദെൻ മീഡിയൻ, ദെൻ മോഡ്. ഈ 3 കാര്യം എഴുതിയതിനു ശേഷം മീനിന്റെ ഡെഫിനിഷൻ എഴുതുക. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് എഴുതുക. എന്നിട്ട് 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മീന്, മീഡിയൻ, മോഡ്. അത് എഴുതിയതിനു ശേഷം മീൻ ഏതാണെന്ന് എഴുതുക. ഓക്കെ. അപ്പൊ മീൻ എന്ന് പറയുന്നത് എന്താ? മീൻ ഫോർ സാമ്പിൾ ഇസ് ഡിനോട്ടഡ് ബൈ സിമ്പൽ എം ഓർ എക്സ് ബാർ. ഒന്നെങ്കിൽ നമുക്ക് എം എന്ന് എഴുതാം അല്ലെങ്കിൽ എക്സ് ബാർ എന്ന് എഴുതാം. മീൻ ഫോർ പോപ്പുലേഷൻ ഇസ് ഡിനോട്ടഡ് ബൈ മ്യൂ. സാമ്പിളിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എം എന്ന് എഴുതും. പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ മ്യൂ എന്ന് എഴുതും. It is one of the commonly used measures of central tendency and is often referred to as average.
നമുക്കിതിന് എന്തെന്ന് പറയാം? ഒന്നെങ്കിൽ മീൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആവറേജ് എന്ന് വിളിക്കാം. കോമൺലി യൂസ് ചെയ്യുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് എന്ത്? മീൻ. പൊതുവെ നമ്മൾ മീൻ വെച്ചിട്ടാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. It can also be termed as one of the most sensitive measure of central tendency. Okay. കൂടുതലായിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതാണ്? മീൻ ആണ്. ഓക്കെ, അപ്പൊ മീൻ എങ്ങനെയാണ് എഴുതേണ്ടത്? മീൻ ഈസ് എ ടോട്ടൽ ഓഫ് ഓൾ ദ സ്കോർസ് ഇൻ ഡാറ്റ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്കോർസ്. ഇങ്ങനെയാണ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ടോട്ടൽ കാണും. നമുക്കിപ്പോ 10 നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ 10ന്റെ ടോട്ടൽ കാണും, എല്ലാം കൂടെ കൂട്ടും, എന്നിട്ട് ആ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മീൻ കാണുക, അല്ലെ ആവറേജ് കാണുക, ഇങ്ങനെയല്ലേ? അതേ സാധനം തന്നെയാണ് മീന്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാനായിട്ട് പാടുള്ളൂ. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമുക്ക് മീൻ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് എഴുതണം. എന്നിട്ട് അതിനുശേഷം 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീന്, മീഡിയൻ, മോഡാണ്. എന്നിട്ട് അതിന് ശേഷം മീനിനെ പറ്റിയിട്ട് എഴുതാം. എന്നിട്ട് പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ പ്രോബ്ലത്തിലോട്ട് പോകുന്നുണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് മീൻ 56, 71, 82, 96, 71, 71, 50. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ കേൾക്കാവോ? ഒന്ന് അവിടെ പോയതായിരുന്നു, നെറ്റ്വർക്ക് പോയതായിരുന്നു. ഓഡിബിൾ അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആണോ? ഓഡിബിൾ ആണോ? പ്രസന്റേഷൻ കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ ഫസ്റ്റ് നമ്മൾ എന്ത് വേണം? സ്റ്റെപ്പ് 1 എഴുതണം. ഫസ്റ്റ് ആഡ് ദ സ്കോർസ് ടു ഒബ്റ്റെയിൻ സം ഓഫ് എക്സ്. ഏത് സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ആ സ്റ്റെപ്പിൽ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവിടെ എഴുതി വെക്കണം. പറഞ്ഞല്ലേ, പരമാവധി വേറെവർ ആപ്ലിക്കബിൾസ്. നമുക്ക് പ്രസന്റേഷൻ കാണുന്നില്ലേ? 1 മിനിറ്റ് കേട്ടോ, ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ പ്രസന്റ് ചെയ്യാം. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ആയി നോക്കിയോക്കോ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 1 എന്താ വേണ്ടത്? എല്ലാ സ്കോറുകളും കൂടെ ആഡ് ചെയ്ത് സം ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1. ഓക്കെ, അപ്പൊ സം ഓഫ് എക്സ് എങ്ങനെയാ കാണാം? എല്ലാതും കൂടെ ആഡ് ചെയ്യുന്നു. 56, 71, 82, 96, 71, 71, 50 ഈക്വൽ ടു 497 കിട്ടും. നിങ്ങൾ ചെയ്തോളൂ കേട്ടോ, ലൈവായിട്ട് ചെയ്തോളൂ. നമുക്കിത് ഒപ്പം തന്നെ പഠിച്ചു പോവാം, പെട്ടെന്ന് തീരും. മീനും മീഡിയനും മോഡൊക്കെ അത്രയും സിമ്പിളാ. ഓക്കെ, thus sum of x obtained is 497, n equal to 7. നമ്മൾ അത് എടുത്തെഴുതി. സം ഓഫ് എക്സ് നമുക്ക് എത്ര കിട്ടിയത്? 497 ആണ് കിട്ടിയത്. അതായത് എല്ലാ ഡാറ്റയും കൂടെ ആഡ് ചെയ്തു. n നമ്മൾ അവിടെ കണ്ടുവച്ചു. n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഡാറ്റയാണ്, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയുടെ എണ്ണം. ഇവിടെ 7 നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഡാറ്റ ഈക്വൽ ടു 7. ഇതൊക്കെ എഴുതിക്കോളൂ. n ഈക്വൽ ടു നമ്പർ ഓഫ് ഡാറ്റ എന്നൊക്കെ എഴുതിക്കോളൂ. നമുക്ക് ഇവിടെയൊക്കെ വേർഡ്സ് ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ വേർഡ്സ് എഴുതുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 2. നൗ യൂസിങ് ദ ഫോർമുല ടു കമ്പ്യൂട്ട് മീൻ.
മീൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫോർമുല യൂസ് ചെയ്യാം. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് സം ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. മീൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എം ഈക്വൽ ടു സം ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് മീൻ കാണാനുള്ള ഫോർമുല. സം ഓഫ് എക്സ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് 497. എൻ നമ്മൾ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 7 ആണ്. സം ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ 497 ഡിവൈഡഡ് ബൈ എൻ ഈക്വൽ ടു 71 കിട്ടും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോവാം, സയന്റിഫിക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാനായിട്ട് പാടില്ല. ഓക്കെ, സയന്റിഫിക് കാൽക്കുലേറ്റർ അലൗഡ് അല്ല, നോർമൽ കാൽക്കുലേറ്റർ കൊണ്ടുപോവാം. ദസ് ദ മീൻ സ്കോർ ഒബ്റ്റെയിൻഡ് ഈസ് 71. അങ്ങനെ നമ്മൾ മീൻ കണ്ടുപിടിച്ചു. ദസ് ദ മീൻ സ്കോർ ഒബ്റ്റെയിൻഡ് ഈസ് 71. രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു 2 സ്റ്റെപ്പ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർ മാർക്ക് തരുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ തിയറി കൂടെ കുറച്ചും കൂടെ എഴുതണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. അല്ലെ വെച്ചാൽ മാർക്ക് തരില്ല. ഈ ഒരു 2 സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ ഒരു പേജ് ഉണ്ടാവുള്ളൂ. നമുക്ക് 10 മാർക്ക് കിട്ടണമെന്ന് വെച്ചെങ്കില് മാക്സിമം ഒരു 3 to 4 പേജസ് എങ്കിലും നമ്മുടെ ആൻസേഴ്സ് ഉണ്ടായിരിക്കണം. ഇപ്പൊ സ്റ്റാറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു 2 അല്ലെങ്കിൽ 3 പേജസ് എങ്കിലും എത്തിക്കണം പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ. തിയറിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു 3 to 4 പേജസ് എങ്കിലും എത്താനായിട്ട് നോക്കുക. അപ്പൊ അത്രയും നമ്മൾ എഴുതാനായിട്ട് നോക്കുക. പോയിന്റ് വൈസ് ആയിട്ട് എഴുതുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിച്ചാൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. ഇപ്പൊ മീൻ ഓക്കെ ആണോ? മീൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? മീൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് വരുന്നത് മീഡിയൻ മോഡാണ്. മീഡിയൻ ആൻഡ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പൊ ചിലപ്പോ മീനും മീഡിയനും മോഡും കൂടെ ആയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കാം. അപ്പൊ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഇവിടെ ഇട്ടുള്ളത്. അപ്പൊ അതിനു മുന്നേ നമ്മൾ മീഡിയനും മോഡ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. മീഡിയൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പോയിന്റ് ആണ്. നമുക്കവിടെ നമ്മുടെ തന്നിട്ടുള്ള ഡാറ്റ നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെൻട്രൽ വാല്യൂ ആണ്, ഒറ്റ സ്കോർ. Median is a point in any distribution below and above which lie half of the scores. Median is also referred to as P50. അതായത് നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതിക്ക് വരുന്ന ഡാറ്റയാണ് എന്ത്? നമ്മുടെ മീഡിയൻ. അപ്പൊ അതുകൊണ്ട് തന്നെ P50 എന്ന് പറയും. The symbol for median is MD. എം എഴുതിയിട്ട് ഡി ചെറുതാക്കിയത്. ഇതാണ് നമ്മുടെ മീഡിയന്റെ സിമ്പൽ. മീഡിയൻ ഇസ് ദ മിഡിൽ സ്കോർ ഇൻ എൻ ഓർഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ. കേട്ടോ, ഓർഡേർഡ് ഡിസ്ട്രിബ്യൂഷന്റെ മിഡിൽ സ്കോർ ആണ് എന്ത്? മീഡിയൻ. അപ്പൊ നമ്മൾ അതിനെ ഓർഡർ ചെയ്യണം. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കിയതിനു ശേഷം മാത്രമേ മീഡിയൻ കാണാനായിട്ട് പാടുള്ളൂ. മീഡിയൻ ഇസ് ദ മിഡിൽ സ്കോർ ഇൻ എൻ ഓർഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഓർഡേർഡ് ഡിസ്ട്രിബ്യൂഷന്റെ മിഡിൽ സ്കോർ ആണ് മീഡിയൻ. MD എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതിനെ P50 എന്നും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഒരു 3 പോയിന്റ് ആക്കിയിട്ട് എഴുതാം. എന്നിട്ട് നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം ഡാറ്റ തന്നെയാണ് കേട്ടോ. അപ്പൊ 2 ടൈപ്പിൽ ചെയ്യും. ഒന്ന് ഓഡ് ഡാറ്റയ്ക്ക് ചെയ്യും. അതായത് ഒറ്റ സംഖ്യ വരുന്ന നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ല സോറി, നമ്മുടെ നമ്പർ ഓഫ് ഡാറ്റ ഓഡ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ കണ്ടു 7 ഓഡ് ഡാറ്റയാണ് അല്ലെ. ഇനി ചിലപ്പോ 8 ഡാറ്റ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട രീതി കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഓഡ് ഡാറ്റ ആണ് വെച്ചെങ്കിൽ ഇപ്പൊ എന്ന് പറയുന്നത് 7 ആണ്. നേരത്തെ അതേ നമ്പർ തന്നെയാണ് കേട്ടോ. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 56, 71, 82, 96, 71, 71, 50. n എന്ന് പറയുന്നത് 7. നമ്മൾ ഇതിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. സ്റ്റെപ്പ് 1 എന്താണ് പറഞ്ഞു? ഓർഡേർഡ് ഡാറ്റയുടെ മിഡിൽ സ്കോർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഡാറ്റ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡർ അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാം. ഹിയർ ഐ അസൈൻഡ് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർഡർ. ഇവിടെ ഞാൻ അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 50, 56, 71, 71, 71, 82, 96. കണ്ടോ, ഇവിടെ 3 വട്ടം 71 വന്നിട്ടുണ്ട്. നമ്മൾ എത്ര വട്ടം വന്നിട്ടുണ്ടോ അതേപോലെ തന്നെ ഇവിടെ എഴുതണം. 71 നേരത്തെ വന്നതല്ലേ,
എന്ന് വെച്ചിട്ട് എഴുതാതിരിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്യുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫൈൻഡ് ദ മീഡിയൻ വിത്ത് ഇക്വേഷൻ. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, മീഡിയൻ കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഓഡ് ഡാറ്റയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓഡ് ഡാറ്റയ്ക്കുള്ളതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നമ്പർ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്, 7 ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ഡി ഈക്വൽ ടു എൻ പ്ലസ് 1/2. എം ഡി ഈക്വൽ ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഓഡ് ഡാറ്റയാണെന്നുണ്ടെങ്കിൽ മീഡിയൻ കാണാനുള്ള ഫോർമുല. വേർ n ഈക്വൽ ടു 7, നമുക്കിവിടെ n 7 ആണ്. എം ഡി മീഡിയൻ ഈക്വൽ ടു n പ്ലസ് 1/2 സ്കോർ ഉണ്ടോ, n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 സ്കോർ. അങ്ങനെ എഴുതണം കേട്ടോ. നമ്മള് എത്രാമത്തെ എന്നുള്ള നമ്പർ എന്ന് പറയില്ലേ, അങ്ങനെയാണ് നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെന്ററിൽ കിടക്കുന്ന നമ്പർ ഏതാണ്, അപ്പൊ അങ്ങനെ തന്നെ എഴുതി പോവുക. n എന്നുള്ളോർത്ത് 7 വെച്ചു. 7 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 സ്കോർ. 7 പ്ലസ് 1 എന്ന് പറയുന്നത് 8. ഒരു മിനിറ്റ് കേട്ടോ. അപ്പോ 7 എന്ന് പറയുന്നത് അല്ല, n എന്ന് പറയുന്നത് 7. അപ്പൊ 7 പ്ലസ് 1/2 സ്കോർ. 7 പ്ലസ് 1 എത്രയാ? 8. 8/2 സ്കോർ. 8/2 എന്ന് പറയുന്നത് 4. അപ്പൊ നമ്മുടെ 4th സ്കോർ ആണ് അവിടെ മീഡിയൻ ആയിട്ട് വരിക. ഇവിടെ 4th സ്കോർ ഏതാ? നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമ്മുടെ 4th സ്കോർ എന്ന് പറയുന്നത് 71. അതുകൊണ്ട് അതിനാണ് അറേഞ്ച് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത്. ഇത് 1 2 3 4 71 ആണ് മീഡിയൻ ആയിട്ട് വരിക. കണ്ടോ, 4th സ്കോർ ആണ് മീഡിയൻ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ? പറഞ്ഞ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? ആരും മിണ്ടുന്നില്ലല്ലോ. ബാക്കിയുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ല? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഓഡ് ഡാറ്റയുടെ മീഡിയൻ കണ്ടു. സിമ്പിൾ ആണ്. n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 സ്കോർ. അതാണ് അത്രാമത്തെ സ്കോർ ആണ് നമ്മൾ അവിടെ മീഡിയൻ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി ഈവൻ ഡാറ്റയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 8 നമ്പർ ഓഫ് ഡാറ്റയാണ് തന്നിട്ടുള്ളത്. 50 56 71 82 96 71 71 58. ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. 50 56 71 82 96 71 71 58. n എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ഈവൻ ഡാറ്റയായി. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഹിയർ ഐ അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർഡർ. കണ്ടോ, പരമാവധി നമ്മൾ എവിടെയൊക്കെ വിളിച്ച് എഴുതാൻ പറ്റും അവിടെയൊക്കെ എഴുതണം കേട്ടോ. അസെൻഡിങ് ഓർഡറിൽ എഴുതി 50 56 58 71 71 71 82 96 n ഈക്വൽ ടു 8. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫൈൻഡ് മീഡിയൻ വിത്ത് ഇക്വേഷൻ. ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നു. മീഡിയൻ ഈക്വൽ ടു n/2 സ്കോർ. ശ്രദ്ധിക്കുക, n/2 സ്കോർ പ്ലസ് n/2 പ്ലസ് 1 സ്കോർ, n/2 പ്ലസ് 1 സ്കോർ, all divided by 2. All divided by 2. n/2 score plus n/2 plus 1 score all divided by 2. ഇങ്ങനെയാണ് ഈവൻ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ മീഡിയൻ കാണേണ്ട ഫോർമുല. അപ്പൊ ഇവിടെ 8 ആണ് നമ്മുടെ ഡാറ്റ അല്ലെ, നമ്പർ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ n/2 സ്കോർ എന്ന് പറയുമ്പോൾ എത്ര?
8/2 സ്കോർ, അതായത് 4th സ്കോർ. 8/2 സ്കോർ എന്ന് പറയുമ്പോൾ 4th സ്കോർ. അടുത്തത് പ്ലസ് n/2 പ്ലസ് 1th സ്കോർ. n/2 എന്ന് പറയുന്നത് 4 ആണ്, പ്ലസ് 1. അപ്പൊ 4 + 1 5th സ്കോർ കിട്ടുന്നത് എങ്ങനെയാ? 4th സ്കോർ പ്ലസ് 5th സ്കോർ ഡിവൈഡഡ് ബൈ 2. നാലാമത്തെ സംഖ്യ അഞ്ചാമത്തെ സംഖ്യ എന്നാണ് കേട്ടോ, അല്ലാണ്ട് ഒരിക്കലും 4 + 5 എന്ന് നമ്മൾ ചെയ്യുന്നില്ല. നാലാമത്തെ സംഖ്യ അഞ്ചാമത്തെ സംഖ്യ ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് നാലാമത്തെ സംഖ്യ അഞ്ചാമത്തെ സംഖ്യ വന്നിട്ടുള്ളത് ഏതാ? 1 2 3 4 5. 71 ഉം 71 വന്നിട്ടുള്ളത്. അപ്പൊ 71 + 71 ഡിവൈഡഡ് ബൈ 2, 142 ഡിവൈഡഡ് ബൈ 2 = 71. ഇതാണ് നമ്മുടെ മീഡിയൻ. ആണോ? ഈവൻ ഡാറ്റ ആകുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. n/2th സ്കോർ പ്ലസ് n/2 പ്ലസ് 1th സ്കോർ ഓൾ ഡിവൈഡഡ് ബൈ 2. ഇവിടെ 8 ആയതുകൊണ്ട് 8/2 നാലാമത്തെ സ്കോർ പ്ലസ് 8/2 + 1. അപ്പൊ നാലാമത്തെ സ്കോർ പ്ലസ് 1 അഞ്ചാമത്തെ സ്കോർ. അപ്പൊ 4 + 5 നാലാമത്തെ സ്കോർ പ്ലസ് അഞ്ചാമത്തെ സ്കോർ എന്ന് പറയുന്നത് 71 + 71 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 71. മനസ്സിലായോ? മീഡിയൻ മനസ്സിലായോ? ഓഡ് ഡാറ്റയും ഈവൻ ഡാറ്റയും വന്നു കഴിഞ്ഞാൽ എങ്ങനെ മീഡിയൻ കാണുന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വരുന്നത് മോഡ് കാണാനാണ്. മോഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇൻ ഗിവൺ ഡാറ്റ ദ റിപ്പീറ്റഡ് വാല്യൂ ഇസ് ദ മോഡ്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയില് റിപ്പീറ്റ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണോ അതാണ് മോഡ്. ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് 71 ആണ്. സോ മോഡ് = 71. ഇത്രേ ഉള്ളൂ. മോഡ് കാണാൻ നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പ് ഉള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ, ഇക്വേഷൻ അല്ല, ഡെഫിനിഷൻ ഒക്കെ വേണമെങ്കിൽ എഴുതാം. വേണമെങ്കിൽ അല്ലാട്ടോ നിർബന്ധമായിട്ട് എഴുതാം. മോഡ് ഈസ് ഡിനോട്ടഡ് ബൈ സിമ്പിൾ MO. മോഡ് ഈസ് ദ സ്കോർ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി. കണ്ടോ? മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കർ ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ സ്കോർ ഏതാണോ അതാണ് മോഡ്. റിപ്പീറ്റ് അടിച്ച് വരുന്ന വാല്യൂ ഏതാണോ അതാണ് മോഡ്. ഇതേ സാധനം അവിടെ കൊണ്ടുപോയി എഴുതിയിട്ട് മോഡ് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കും. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ഇന്ന് മീന് മീഡിയൻ മോഡിന്റെ ഫ്രീ ക്ലാസ് ആയിരുന്നു. പരമാവധി വേർഡ്സുകൾ ആഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നോക്കുക. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. 5 എണ്ണമാണ് ചെയ്യേണ്ടത് 104-ലെ. എല്ലാത്തിലും നമുക്ക് കോർ സബ്ജക്റ്റുകൾ എല്ലാതും 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോ പരമാവധി സ്റ്റാറ്റിയുടെ കാര്യത്തില് പ്രോബ്ലംസ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാർക്ക് വീഴും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം അങ്ങനെ വെറുതെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. പരമാവധി വേർഡ്സുകൾ ആഡ് ചെയ്തിട്ട് ഡെഫിനിഷൻ ഒക്കെ എഴുതാറുണ്ടെങ്കിൽ അത് എഴുതുക. സ്റ്റെപ്പിലൊക്കെ നമ്മൾ വേർഡ്സുകൾ എഴുതാം. അങ്ങനെ വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ ഇത് 104-ലെ പ്രോബ്ലംസ് ആണ് മീന് മീഡിയൻ മോഡ്. ബാക്കി നമ്മൾ ഫ്രീ ക്ലാസ് ഇടുന്നില്ല, പെയ്ഡ് ക്ലാസ് ആണ്. പിന്നെ ഒരു ഫ്രീ സെഷൻ ഇട്ടതാണ്. അപ്പൊ ക്ലാസ് വേണ്ടവര് ജോയിൻ ചെയ്യുക. ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ നാളെ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഇതിന്റെ റെക്കോർഡ് ക്ലാസ് നാളെ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ബാക്കി നമ്മുടെ ക്ലാസ്സുകളെല്ലാം പെയ്ഡ് ആണ്. നിങ്ങൾക്ക് 104-ലെ പ്രോബ്ലംസ് വരുന്ന അറിയാലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരും, പിന്നെ കോറിലേഷൻ വരും. കോറിലേഷൻ 2 ടൈപ്പ് കോറിലേഷൻ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈപ്പ് കോറിലേഷൻ പഠിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, പിന്നെ പിയർസൺ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ. അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആണ് പ്രോബ്ലം ആയിട്ട് വരാനുള്ളത്. 3 ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ 30 മാർക്ക് വീഴും. സ്റ്റാറ്റ് ജയിക്കാൻ അത് മാത്രം മതി. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ സ്റ്റെപ്പും കാര്യങ്ങളും ഡെഫിനിഷനും ഒക്കെ എഴുതാനുള്ളവർക്കൊക്കെ അതൊക്കെ എഴുതിയിട്ട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ ബാക്കിയുള്ളത് പെയ്ഡ് ക്ലാസ് ആണ്. സോ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഞാൻ നാളെ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ
നാളെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.